വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം 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 പറയും. സ്വാഗതം ചിന്തിച്ച് അപ്പൊ എല്ലാരും ചിരിച്ച നല്ല സന്തോഷത്തിലുള്ളൊരു സമയം കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ എല്ലാരും വന്നിട്ടുണ്ട്. നമ്മളെ വീട് പണിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സിന്ധിച്ച് സന്ധ്യച്ച് പിന്നെ അപ്പോഴേക്കൊന്നും പണിയില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും വന്നു. അപ്പൊ പണിക്കാർക്ക് കഞ്ഞി എടുത്തിട്ട് ഒരാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി കഞ്ഞി ഞങ്ങൾ കുടിക്കുന്നു കേട്ടോ. കഞ്ഞി മാത്രല്ല അവിടെ പൂളുണ്ട്, പൂളയും ചമ്മന്തി ഒക്കെ കുടിച്ചോണ്ട് നിൽക്കുന്നത്. പിന്നെ ഉണക്കല് വറ്റിച്ചത് ചമ്മന്തിപ്പൊടി, ഉണക്കല് വറ്റിച്ചത് നാളികേര ചമ്മന്തി, പിന്നെ പൂള, മട്ടരിക്കഞ്ഞി. അപ്പൊ എല്ലാരും കൂടി കൂടിയിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കാണ്. നല്ല രസമാണ് എല്ലാരും ഉണ്ടാവും. ഞാൻ ഈ മട്ടരി കഞ്ഞി കുടിച്ചിട്ടാണ് ഇപ്പൊ രണ്ടായി കുടിക്കുന്നത്. അപ്പൊ സന്ധ്യനെ കൊറേ ആൾക്കാരെ വീഡിയോയില് കൊറേ ദിവസമായി കണ്ടിട്ട്. സന്ധ്യ എന്നെ കണ്ടിട്ട് കൊറേ ആയിട്ടോ ആൾക്കാര്. മോള് പ്രസവിച്ച് കിടക്കുന്നു. ഇന്ന് പാട്ട് കാണുണ്ടോ? ഇന്നൊരു പാട്ട് നിൽക്കുക. അതെ, ഇന്നൊരു വൈബില്ല. ഇന്നില്ല. അപ്പൊ സന്ധ്യച്ചിന്റെ മോള് പ്രസവിച്ചിരുന്ന് 90 പോയി. ആൾക്കാർ ചോദിച്ചു. അപ്പൊ കൊറേ ആൾക്കാർക്ക് അറിയില്ലേന്നു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ കിട്ടി അയക്കാണ് വീണതാ. പിന്നെ ഒന്നും പറയാല്ല. എന്നാ സന്ധ്യ ആൾക്കാരുണ്ട് കൊടുത്തോ ഇവിടെ ഇഷ്ടം പോലെ. ഇടക്ക അങ്ങോട്ടൊക്കെ വന്നിക്കണ് മീനിന്റെ സൗണ്ട് ഇട്ടിട്ടാണ് മണേ. പോ എന്തൊക്കെ വിശേഷം? വിശേഷം പറഞ്ഞേ. ഇന്ന് മഴയിട്ട് പണിക്ക് പോയില്ല. അപ്പഴേ പറയാനുള്ള പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി പണിയുണ്ട്, വേറെ പണി, പടവിന്റെ പണി. അപ്പുട്ടേന്റെ പണി വരവാണ്. അപ്പുട്ടേനാണ് പടവ്. നമ്മളെ മുമ്പത്തെ പടവും അപ്പുട്ടേട്ടൻ തന്നെ എടുത്തത്. അപ്പൊ ഇനി ഇന്നലെ കഴിഞ്ഞാലുള്ള പടവും അപ്പുട്ടേട്ടൻ തന്നെ. പടവും തേക്കലൊക്കെ അപ്പുട്ടേട്ടൻ. പിന്നെ ലിൻഡല് വാർത്ത സൂപ്പർ ആക്കണം നമുക്ക്. പിന്നെ അപ്പുട്ടേട്ടൻ പറഞ്ഞാല് വലിയ ചേച്ചിന്റെ ഭർത്താവാട്ടോ, സിന്ധു ചേച്ചിന്റെ ഭർത്താവാണ്. അതാണ്. പിന്നെ അതിലുപരി നമ്മളെ ഇവിടുത്തെ അച്ഛന്റെ പെങ്ങളെ മോനും കൂടിയാണ്. അപ്പൊ ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുക്കും. ചെറിയ മകള്, ചെറിയ നാത്തൂന് കേട്ടാ. എന്റെ ചെറിയ നാത്തൂന് വലുതിങ്ങിട്ട് കൊറേ ആൾക്കാരെ അറിയാത്തവർക്ക് വേണ്ടിട്ടാണ്. പുതിയ ആൾക്കാർക്ക് നമ്മളെ ഫാമിലി അറിയില്ല. അതാണ് കേട്ടോ. മൂത്ത ചേച്ചി സിന്ധു. അപ്പൊ അളിയന് അമ്മായിന്റെ കുട്ടി, അച്ഛന്റെ പെങ്ങളെ കുട്ടിയാണ്. പെങ്ങളെ ഭർത്താവാണ് എല്ലാവരും. അമ്മായിന്റെ കുട്ടിയാണ്. പിന്നെ സന്ധ്യച്ചിന്റെ ഭർത്താവിനെ അങ്ങനെ കാണാൻ കുറച്ച് പ്രയാസമാണ്. രാവിലെ പോയ രാത്രി വരും. ഷെഡില് ഇങ്ങനെ ആ അതും കുടുംബം തന്നെയാണ്. ഫർണിച്ചറിന്റെ പണിയാണ്. അപ്പൊ രാവിലെ പോയിട്ട് അങ്ങനെ വലിയ പരിപാടിക്കൊക്കെ. അപ്പൊ സന്ധ്യ ഒരു പാട്ട് എടുക്കുന്നു. കൊറേ ദിവസമായി പാടിയിട്ട്. പുതിയ ആൾക്കാർ കേട്ടിട്ടില്ല. അല്ല ഇജ് കൊറേ ദിവസമായി പാടിയിട്ട്. സന്ധ്യക്ക് പാട്ട് ഡാൻസും ഒക്കെ അറിയും. ഇവിടെ പാടുണ്ടോ പാട്ട്? ഇല്ലല്ലോ. അപ്പൊ അമ്മേനെ വെച്ചല്ലേ, അമ്മേനെ പാട്ട്. അമ്മ പാടുണ്ടപ്പോ എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ ചെറിയ പാട്ടിടാം. അപ്പടേണ്ട മുന്നിൽ പാടാൻ പാടിയിട്ട് ഇത്ര ജനങ്ങളെ മുന്നിൽ പാടുന്നതിനെന്താ പാടി? അപ്പൊ എല്ലാരും ഇങ്ങനെ പാടിക്കൊടുത്ത എപ്പൊ പാടിക്കോളും. സിന്ധേച്ചി സന്ധ്യ എല്ലാരും സന്ധ്യ പാടൂലേ? സന്ധ്യ പാടൂലേ? എന്നാ ഫസ്റ്റ് തുടങ്ങി കൊടുക്ക്. ഇജ് പാടുമല്ലേ? ഓള് ഒന്നിനും ഭയങ്കര കുറവാ. അമ്മ പാടിക്കോളി. അമ്മേനെ ഇങ്ങനെ സഹായിച്ചെന്നോട് ഇവിടെ. ചന്ദ്രികയിലാലി ചന്ദ്രകാന്തം നെഞ്ചിരിയിലാലി ജീവരാഗം നീലവാനിലലിയും ദാഹമേകം എന്നിഴിയിലലിയും ജീവരാഗം താരകയോ നിലത്താമരയോ താരണി കണ്ണിൽ
കരിയിൽ ചോരിഞ്ഞു. അത് അടിപൊളിയുണ്ട്. സന്ധ്യക്ക് അറിയാലേ അതറിയില്ലേ നടക്കറിയണ പാട് കിട്ടണില്ലേ പാടുമ്പോൾ നടക്കറിയണത് അപ്പുട്ടേട്ടനെ രണ്ടുപേരും പാടിക്കാൻ അപ്പൊ ചേച്ചി പാടിണ്ടെങ്കിൽ അളിയനും പാടുന്ന പറഞ്ഞു. പാടും സന്ധ്യച്ച പാട്ട് സിന്ധ്യച്ച പാടണ്ടേ സിന്ധ്യക്ക് എന്താ പണിയൊക്കെ അവിടെ പോയത്? ചട്ടിയൊക്കെ ഒഴിച്ച് നിക്കണം ഇവിടെ ഇപ്പൊ പൂച്ചാളുണ്ട് പാട്ട് കേൾക്കാന്. സന്ധ്യച്ചിക്ക് ഡാൻസ് അറിയാം. അഞ്ഞൂടി കഴിഞ്ഞു പൂച്ച. അപ്പൊ ഇനി എന്താ സ്പെഷ്യല്? ഇന്നുണ്ട് പൂച്ചന്റെ ചേട്ടത് അവിടെ വന്ന് മോള് കയറിക്കണേ. ഒക്കെയുണ്ടോ? അവിടെ നിന്നോ മഴയാണേ. മഴ വെച്ചാല് ബുദ്ധിമുട്ടിക്കുന്ന മഴ, നല്ലോണം അല്ല മെല്ലെ അല്ലാത്തൊരു വെറുതെ നനയ്ക്കാനും. ആ വരുന്ന നന്നായിട്ട് ഇട്ട് കൊടുത്തളാം. എന്തുണ്ടേ ഇട്ട് കൊടുത്തളാം. ഉണ്ടോ നീലഞ്ഞിട്ട് പോയി തെറ്റിപ്പോയി. ഒരാൾ കൂടി ഉണ്ട്. 5 ഇല്ല 4 പറ്റുള്ളൂ. ഇവിടെ എന്താ പണി? പാത്രം കഴുകാൻ പോവാം. നിറച്ചുണ്ട് കഴുകാൻ. ഇതൊക്കെ കഴുകാനാ? എന്താണ് ഞാനല്ല, ഞാൻ വെള്ളം കൊണ്ടുവരാൻ സാധിക്കും. ആണുങ്ങൾക്കും കഴുകാം. ഞാനല്ല, അയക്ക് മനസ്സിലായി. ഞാൻ വെള്ളം കൊണ്ടുവരാൻ കൂടാ. ഞാൻ കഴുകാലോ. ഈ ഫുള്ള് വെള്ളം ഞാനാ നിറക്കല്. സന്ധ്യക്ക് വിട്ടുതരൂലട്ടോ. സന്ധ്യക്ക് തർക്കിക്കാൻ നിക്കണ്ട, തോറ്റ് തരൂല. പെണ്ണുങ്ങൾക്ക് മാത്രല്ല പാത്രം. എന്നോട് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ ഇല്ല. ശരിയല്ല. സന്ധ്യച്ചി സന്തോഷേട്ടൻ ഒക്കൂല, തല്ലൂടും. സിന്ധ്യച്ചിനെ പിന്നെ കുറച്ച് പേടിയാണ്, തല്ലൂടാൻ പോല. എല്ലാരും പറയും പെണ്ണുങ്ങളാണ് പാത്രം കഴുകാൻ മിക്കടിച്ചു. അടുത്ത പണിയൊക്കെ പെണ്ണുങ്ങൾക്കല്ലേ, ആണുങ്ങൾക്ക് എല്ലാം എടുക്കാം. അപ്പൊ ഓളോടെ സിന്ധ്യച്ചി അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കണ ആളാ. ഒരാള് ഓരോരോ പണി. ഇന്ന് ഇവിടുന്ന് ഒരു പാട്ട് അടിക്കോ, എന്തേലും പാട്ട് ഇവിടുന്ന് പാടിക്കോ, അല്ലെങ്കിൽ ഡാൻസ്. അപ്പൊ ഓള് ഡാൻസിന്റെ ഡാൻസിന്റെ മെയിൻ ആണ്. പണ്ടല്ലേ ഡാൻസ്. ഒന്നിനോട് എന്ത് മുക്കുകുത്തി അല്ല കല്ലുകൊത്തി. ഞാനൊരു കല്ല് കൊത്തിയാണ് നിങ്ങള്. എന്നാ പാടിക്കോ. പാട്ടാണ് നിച്ചല്ല. അപ്പൊ നമ്മള് സ്പെഷ്യൽ എന്താ? സ്പെഷ്യൽ ഞങ്ങൾക്ക് പോണം. ഞാൻ പോകും. 2 മണിക്ക് പോകും. കുറെ ദിവസമായി കൂടിയിട്ട് 3 മാസമായി. 3 മാസമായി. പ്രസവമൊക്കെ കാരണം കുട്ടി 3 മാസമായിട്ടാ പോയത്. അപ്പൊ 3 മാസമായിട്ട് ഇങ്ങോട്ട് അപ്പൊ കുഞ്ഞുവാവോട് പോയപ്പോഴാണ് സന്ധ്യത്തിന് ഫ്രീ ആയത്. പിന്നെ 2 കുട്ടികൾ വേറെ താഴെ. ഒരു സ്കൂളിൽ പോയി, ഭർത്താവിനെയും പറഞ്ഞയച്ചു. ഇനി പോരൊക്കെ വരുമ്പോഴേക്കും അങ്ങോട്ട് പോകണം. ഒരു വരുമ്പോഴേക്കും അങ്ങോട്ട് തന്നെ എത്തണം. മീറ്റിംഗ് ഉണ്ടല്ലോ കുട്ടിയൊക്കെ. അപ്പോൾ 2 മണിക്ക് അങ്ങോട്ട് തന്നെ പോകണം. 2 മണിക്ക് ഇന്ന് ബസ്സുണ്ട്. അതിന് പോയാൽ നേരെ വണ്ടൂരിൽ ചെന്നിറങ്ങാം. ഭക്ഷണം ഉണ്ടാക്കാനുള്ള നോക്കുക. ഭക്ഷണത്തിന് ഇപ്പൊ മീനും വന്നിട്ടില്ല. ഭക്ഷണത്തിന് ചേച്ചിമാരുണ്ടാവുമ്പോ എന്താ കൊഞ്ചി പോയിട്ട് കൊണ്ടുവരാ. അതല്ല ഞാൻ വരുമ്പോ കൊണ്ടുവരാം. അപ്പൊ ഞാൻ അല്ല, ഞാൻ ടൗണിൽ പോയി വരുമ്പോ കൊണ്ടുവരാം. പാത്രം കേൾക്കണേന് ഒരു കാര്യം വേണം. അപ്പൊ ചോദിച്ചു മേടിക്കുന്ന ടീം അതൊക്കെ. ശ്രീജ ചോദിച്ചു മേടിക്കുമ്പോള് പാത്രം കേൾക്കണേനൊരു കാര്യം. പാത്രം കേൾക്കണേനൊരു കാര്യമാണല്ലേ. അത് കഷ്ണല്ലാതെ പിന്നെ എങ്ങനെ? അപ്പൊ ഞാൻ എന്നപ്പ അങ്ങാടി പോയി കൊണ്ടുവന്നരാ. അപ്പത്തിന് നിങ്ങള് കറിക്കുള്ള എന്താ തളിക്കാൻ നോക്കി കേട്ടോ. അന്നാ 2 നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു,
ഇന്നഴകാ ഞാൻ മയങ്ങി. അതെ അപ്പുട്ടേട്ടൻ്റെ പാടാനൊരു മടി. അവളേനായാലും പോണ്ട്. ഏട്ടനാണ് എന്നാലും ഒരു മടി. ഇത്രയും നല്ല പാട്ട് അടിപൊളി പാടി ആരെ കൊണ്ട് പറ്റും. ഇതാണ് നമ്മളെ ഫാമിലിയിലെ കുട്ടികളും കൂടി വരാണ്ട്. എല്ലാരും കൂടി ഉണ്ടാവണം രസം. പിന്നെ അവിടെ നിന്ന് എല്ലാരും കുടിച്ച് എല്ലാരും കൂടാണ്ട്. പക്ഷെ അപ്പൊ ഇനി എല്ലാരും കാണിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ നമ്മളെ മെയിൻ വാർപ്പൊക്കെ ആവൂലേ, അപ്പൊ കുട്ടികളൊക്കെ വരും കേട്ടോ. പണി വരുമ്പോ പാട്ടിന് നല്ല പാട്ട് പഠിച്ചു വരാം. അപ്പൊ കറി ഉണ്ടാക്കാനുള്ള പണി നോക്കാം. ഇവിടുത്തെ ഇവിടെ നിറം കറി ഉണ്ടാക്കാനുള്ള നോക്കാം. ചിക്കൻ കഴുകി നമ്മളതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മളെ ചിക്കൻ കൊണ്ടുവന്നു. ഈ കാര്യമായിട്ടുള്ള പണി ഇതാ. കാര്യമായിട്ടുള്ള പണി ഇതാണോ അമ്മ? ഇന്നിപ്പോ എന്താ സുഖല്ല തീരെ? അല്ലേ ഞാൻ വെറുതെ കണ്ടു. അപ്പൊ ആരാ സ്പെഷ്യൽ ഉണ്ടാക്കണം സിജിയ? സിന്ദേശി വക സ്പെഷ്യൽ ചിക്കൻ കറി. ഇത് ചെറിയ സന്ദേശി ഉണ്ടാക്കണേ. സന്ധ്യ എങ്ങനെ ഉണ്ടാക്കണേ? എന്നും എന്റെ ചിക്കൻ കറി കൂട്ടി കൂട്ടി വലിച്ചേ മടുത്ത് മടുത്തതല്ല, വേറെ മോഡല് ഉണ്ടാക്കണേ. സന്ദേശി എന്താ ചേച്ചിക്ക് പണിയില്ലേ? അപ്പൊ എങ്ങനെയാ മോഡല്? വല്ലാതെ ഒരു പാട്ടുമ്പോ കൂടില്ല സന്ധ്യച്ച്. അപ്പൊ ഞാന് പണിക്കാരത്തൊന്ന് പോയോട്ടെ. ഇത് റെഡിയാക്കട്ടോ ചിക്കൻ കറി. പോരും. അപ്പൊ സന്ധ്യയാണ് ചിക്കൻ കറി ഉണ്ടാക്കണത്. മോഡലാവല്ലേ? നല്ല മോഡലല്ലേ ഉണ്ടാക്കണ ചിക്കൻ? ഏതാ മോഡല്? പേരെന്താ ചിക്കൻ കറീന്റെ പേരെന്താ? ചിക്കൻ നാടൻ വെപ്പ്. അതാ എന്നായിക്കോട്ടെ. നാടൻ ഫാമിലി അല്ലേ? നാടൻ ഫാമിലി. നാടൻ അല്ലേ? നാടൻ ഫാമിലി അല്ലേ? അപ്പൊ നാടൻ വെപ്പ് ആയിക്കോട്ടെ. നോക്കുക അതാ ചോറുണ്ടാണ് കേട്ടോ. ചിക്കൻ കറി കായി സന്ധ്യച്ചി വക ചിക്കൻ കറി ആയിരുന്നു. അപ്പൊ നല്ല മഴയായിരുന്നു. അപ്പൊ നമ്മള് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും കാണിച്ചില്ല. പിന്നെ എന്താ വെറും ചിക്കൻ കറിയും ചെറിയ കുറെ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. നമുക്ക് ഇനി അടുത്ത് ഒക്കെ റെഡിയാക്കാം. അപ്പൊ നമുക്ക് സൂപ്പർ ആക്കി ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് സമ്മന്തി ഉണ്ട്, സമ്മന്തി പൊടി ഉണ്ട്, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്. അപ്പൊ എല്ലാം കൂടി അപ്പൊ വേറെ ഒന്നും കാട്ടിയില്ല കേട്ടോ. ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയില്ല. ഈ കോഴിക്കൾ എന്താ സാധനങ്ങള് കിട്ടുകൊടുക്കാനാണതേ. അപ്പൊ സന്ധ്യച്ച് സിന്ധ്യച്ചൊക്കെ പോവാണ് കേട്ടോ. സന്ധ്യച്ചിക്ക് സ്കൂളിൽ കുട്ടികൾക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അപ്പുട്ടേട്ടൻ ഏതായാലും വണ്ടിക്കാ വന്ന ഓട്ടോറിക്ഷക്കല്ലേ. അപ്പൊ അങ്ങനെ ഒരുമിച്ച് പോവാണ് അല്ലേ. അപ്പൊ അതിനാണ് വേഗം ചോറിനാണ്. അതിനെ പോലെ അപ്പുട്ടേട്ടൻ വണ്ടിക്കെന്നെ പോലെ ഞാൻ പൈസ കൊടുക്കണ്ടല്ലോ അല്ലേ? പൈസ കൊടുത്താ കൊടുക്കേണ്ടല്ലേ. അപ്പൊ നമ്മളെ പൂച്ചകള് നേരന്ന് നിന്ന് കരയാം. രസമുണ്ടോ? പണി കഴിഞ്ഞില്ല, ഫില്ലർ വറക്കുന്നുണ്ട്. എന്തിട്ട് കച്ചറ ഉണ്ടാക്കണേ? ഇട്ടേക്ക് ചിക്കന്റെ കഷ്ണം കിട്ടാനാണേ. നോക്കാം, അതിന്റെ സ്മെല്ല് കിട്ടാനായിട്ടാണ്. വീട് കാണിക്കണ്ടേ? വീട് കാണാൻ പോണം. ചോറിട്ട് പോവാം അല്ലേ? എന്നിട്ട് പോയ പോരെ? നാളെ ആരെ വരിക? നാളെ സന്ധ്യ വരും. ഇല്ലേ ആളെ നോക്കല്ലേ. അപ്പൊ നമ്മള് സന്ധ്യച്ച് ചിന്തച്ചൊക്കെ പോവാൻ നിക്കട്ടോ. സാരി എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഹായ് പറഞ്ഞ സന്ധ്യ. അല്ല സിന്ധ്യച്ചിക്ക് നമ്മളിട്ട് പോയിട്ട് സങ്കടം വരിക. ഓള് വരും. ഇനി സന്ധ്യ നാളെ വരും, സിന്ധ്യച്ചി മറ്റന്നാളെ ഇരിക്കും വരും. പിന്നെ എല്ലാരും ഉണ്ടാവും. നല്ല മഴയും ആവശ്യമൊന്നുമില്ല കേട്ടോ. സന്ധ്യച്ചിക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ്. നല്ല മഴയും പെയ്തു. പേഴ്സവിടെ വെച്ചടാ. അവിടെ ഇറങ്ങിട്ട് പിന്നെ നടുവത്തുനിന്ന് പണ്ടൂരിന്ന് പോണ്ടേ കുട്ടി. അതാണ് ചക്കവറ്റൊക്കെണ്ട്. ഏതാ ഫോണ് പുതിയത്? എന്തൊക്കെ ആക്കിയത് നമ്മള് കണ്ടില്ല. വല്ലാതെ നമ്മളോടാ ഇല്ലേ ആക്കിയിട്ടുള്ളൂ. ഫീസ് നിറച്ചാക്കുള്ളൂ നമ്മള്. അപ്പൊ നാളെ വേട്ടെ. നേരത്തെ നാളെ വരാം. ആയിക്കോട്ടെ. കോട്ടെടുത്തില്ലേ? കോട്ടെടുത്ത സന്ധ്യ
ഇപ്പൊ ഉളക്കി കവറില്ല വണ്ടി വിട്ടാൽ കുട്ടികള് ടാറ്റാ ബൈ ബൈ. പോയിട്ടോ പോയി ബൈ ബൈ. അതുള്ളണ്ട നാളെ അടിപൊളി പാട്ട് പഠിച്ചു പാട്ടോ. പാട്ടൊക്കെ ഏത് വിധത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഷിജി നമുക്ക് മഴ ചോർന്നിട്ട് അതിൽ പോയേക്കാം. ഞാൻ അപ്പൊ തന്നെ പോവാണ് കേട്ടോ. നമ്മളെ വീടൊന്ന് അമ്മ ഇവിടെ നോട്ടെ അമ്മ. കാണിച്ചു കൊടുക്കണ്ടേ വീട്? നമ്മളെ വീട് കാണിച്ചു തരാം. വരെ എവിടെ അമ്മങ്ങളെ കാണാനല്ലോ. ഞാനെന്താ അറിയാ ആ വീട് പണി എത്തിക്കാൻ പോകാൻ പറ്റുന്നത് നാളെ രാവിലെ വാട്ട് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ വലിയ പോയി. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി പോരണ്ട. അപ്പൊ ഞാനും ഷിജി ഒന്ന് പോയി വരട്ടോ. നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുന്നേരാം. അപ്പൊ നമ്മളെ വീട് പണി പറയാട്ടോ. പറയാട്ടോ. അപ്പൊ നമ്മളെ വീട് പണി കാണിച്ചു തരാനും കൂടി വന്നതാട്ടോ. അപ്പൊ നല്ല മഴയായിരുന്നു. ആ മഴയത്ത് വരാനും നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുറച്ച് ഇതുണ്ടോ വെയിലൊക്കെ വന്നത്. ഇപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിൽ കയറാൻ തന്നെ ഒരു സമാധാനം കാണുമ്പോ. അമ്മയ്ക്ക് അവിടെ ഇരുന്നിട്ടേ അമ്മ പറയാം ഞാനും പറ്റേന്ന്. അപ്പൊ അമ്മേനെ കൊണ്ടുവന്നപ്പോ ശരിയാവില്ല. ഒരട്ടം അമ്മ പുറത്തിറങ്ങിയാ പിന്നെ അമ്മ എപ്പോഴും പുറത്താവും. അപ്പൊ ഫില്ലർ വാർത്തല്ലേ ഇവിടെ? അവിടെ സിറ്റ് ഔട്ടില് 2 ഫില്ലറായി. പിന്നെ ഇതാ ഇവിടെ കുറച്ച് പണി എടുത്തിട്ടുണ്ട്. പണി പക്ഷെ തുടങ്ങിയിട്ടുള്ളൂ. കാരണം അവിടെ തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ പലകൊക്കെ അടിച്ച് ലിൻഡലിനുള്ള അതാ അങ്ങനെ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാര്യപരിപാടി ഇവിടേക്കാണ് ആക്കിയിട്ടുള്ളത്. റാക്കിന് വേണ്ടിയിട്ടുള്ള ഇത് അടിച്ചതാട്ടോ ഇവിടെ കണ്ടില്ലേ. നമ്മളെ അടുക്കളേന്റെ ഇവിടെ നാളെ ഒന്നും കൂടി ഭംഗിയല്ല അപ്പൊ കാണിച്ചത്. ഇപ്പൊ സുഖം കിട്ടില്ല അല്ലെ. ഇപ്പൊ എന്തൊക്കെയാ ഇപ്പൊ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊറേ സമയം ടൈമും വൈകി. എല്ലാരും കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവോന്ന് അറിയില്ല. അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടാവട്ടെ. കാരണം ഇപ്പൊ കണ്ടില്ലേ നമ്മൾക്ക് ഇവിടെ റാക്കും ഒക്കെ ആക്കണുണ്ട്. മെയിനായിട്ട് വേണ്ട ഒരു സംഭവം റാക്കാണല്ലോ. കാരണം ഒരുപാട് സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാണ്ട്. പിന്നെ ഞങ്ങൾക്ക് മോഡലൊന്നും നമുക്ക് വേണമെന്നില്ല. നമുക്കൊരു എങ്ങനെയൊരു ഒരു വീടായി കിട്ടിയ ആദ്യേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് മോഡലൊന്നും വേണ്ട, അതിനൊന്നും ആഗ്രഹിക്കണില്ല. അത് അന്നും ഇന്നും ആ ഒരു മനസ്സ് തന്നെയാണ്. അപ്പൊ പിന്നെ ഏട്ടന്റെ ഫ്രണ്ടും കൂടിയാണ് നമുക്ക് ഈ വീട് എന്റെ പ്ലാനും പിന്നെ എന്താ പറയാ ഈ പണി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് അയാളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരു ഐഡിയയിൽ വെച്ചിട്ട് എന്താ ആക്കണേച്ചാ ആക്കി തന്നാ മതി. നമുക്ക് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, മോഡലൊന്നുമില്ല. പിന്നെ റാക്ക് വേണമെന്ന് പറഞ്ഞു. അതിപ്പോ ഇതുകൊണ്ടാണ് നമുക്ക് എത്രത്തോളം സാധനങ്ങൾ നമ്മളിപ്പോ നമ്മളെ പഴയ വീട്ടിലത്തെ അവസ്ഥ തന്നെ എല്ലാവർക്കും അറിയേണ്ട കണ്ടതാണ്. നമ്മൾ എവിടെയാണോ ഒരു സ്ഥലം അവിടെയൊക്കെ നിറച്ചു വെച്ചതേന്നു. നമ്മള് കിടക്കണ സ്ഥലം വരെ ഓരോ സാധനങ്ങൾ തിരിഞ്ഞു വെച്ചാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇതൊരു സൗകര്യപ്പെടും. ഫുള്ള് നാളെ മരത്തനായിട്ട് കാണിച്ചു തരാം. റെഡി ആയിട്ടില്ല ഫുള്ള്. ഞങ്ങള് വെറുതെ ഒന്ന് ഇങ്ങനെ ഞങ്ങളൊരു സന്തോഷം കൊണ്ട് കാണാൻ പോകുന്നവരൊക്കെ. ഞാനൊന്നും ഇവിടുന്ന് പോയിട്ട് തന്നെയല്ല. പിന്നെ എന്താ വെച്ചാലേ നമുക്കൊന്ന് പണി തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്തായാവോന്നുള്ള ഇതുണ്ടാവും. അപ്പൊ അതും കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ നമ്മളെ ചെറിയ വിശേഷം എത്ര ഉണ്ട്. നാളെ ശരിക്കും കാണിച്ചു റെഡി ആയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി നമ്മോട് കുറെ ആൾക്കാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഹായ് തരുമോ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അപ്പൊ എല്ലാരും പേരും കറക്റ്റ് ആയിട്ട് നമ്മളെ വാട്സാപ്പിൽ ഇങ്ങനെ ഇറങ്ങി. ഇന്നലെ ഒരുപാട് കോൾ ഇന്നലെ പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ചാല് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഒരു ഫോണുള്ളൂ, വാട്സപ്പിൽ ഒരു ഫോണുള്ളൂ, കോൾ ചെയ്യാൻ ഒരു ഫോണുള്ളൂ, പിന്നെ ഒക്കെ കമന്റും കൊടുക്കണം. അപ്പൊ വാട്സപ്പിൽ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും എപ്പോഴും വിളിക്കാം, പ്രശ്നമല്ല. പക്ഷെ എന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യും. നമ്മൾ ചെറിയ ഫോൺ നമുക്കൊന്ന് വാങ്ങണം. ഇനിയിപ്പോ സിമ്മ് മാറ്റാൻ വേറെ ചെറിയ ഫോൺ നമുക്ക് ചെയ്യണം. ഇപ്പൊ വീട് പണി അതുകൊണ്ട് ഇപ്പൊ നടക്കൂല. അപ്പൊ അയാൾക്ക് റെഡി ആട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് കോൾ എടുക്കാത്തന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. വാട്സപ്പ് ഒന്നും നോക്കാത്ത അല്ലേ. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് വയ്യായും പിന്നെ നമ്മള് വീട് പണിന്റെ ഈ ഒരു തിരക്കും എന്തൊക്കെയാ പറയാ വിരുന്നുകാരെ തിരക്കും എല്ലാം കൂടി ആയപ്പോ നമ്മളിപ്പോ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം അല്ലെങ്കിൽ വിളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ ശേഷം കുറച്ച് കൂടുതൽ ആൾക്കാർ ഇപ്പൊ 2 ദിവസങ്ങളിലായിട്ട് 3 ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ കൂടുതൽ വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരുപാട് കോള്. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് വിളിക്കുമ്പോഴൊക്കെ എന്താ ഞങ്ങൾക്ക് ഒരു ഹായ് തരുമെന്ന്. ഇപ്പൊ ആലുവന്ന് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ അങ്ങനെ നമ്മള് വിളിക്കണ വരാപ്പുഴ പെട്ടെന്ന് ഓർക്കാൻ. കാരണം ഇപ്പൊ ഞാൻ ചേച്ചിയുടെ വോയിസ് കേട്ട് പോരാണ്. അതുകൊണ്ടാണ്. പക്ഷെ എന്നോട് എനിക്കത് പേരിട്ടണില്ല, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ എല്ലാവരുടെ പേരും വെച്ച് ഞങ്ങളെ വിളിക്കുന്ന ആൾക്കാരെ പേരൊക്കെ വെച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാതെ ഒരാള് മാത്രം പറഞ്ഞു. എന്താന്നറിയോ നമ്മളെ വീട്ടിലത്തെ പണികളും ആയിക്കൂടെ പണിക്കാരടുത്തേക്കുള്ള ശ്രദ്ധയും
അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം കൂടി നമ്മളേക്ക് നമ്മൾ ഇതിന് പോവാണ്. പിന്നെ പണ്ട് വെച്ചാൽ എന്താണെന്നറിയോ, ഹായ് തരുമോ ചോദിക്കുമ്പോൾ നമ്മളത് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ നോട്ടിൽ എഴുതും. ഇപ്പൊ അതിനൊന്നും സമയം കിട്ടില്ല. നമ്മളെ അടുക്കളത്തെ പണികളൊക്കെ ചെയ്യുമ്പോ അതാണ് കേട്ടോ. അപ്പൊ കൂടുതൽ വിശേഷമായിട്ട് നാളെ വരാൻ തീരുന്നില്ല വർത്താനം, കൊറേ പറയാണ്ട് കേട്ടോ നമുക്ക്. അപ്പൊ എല്ലാവർക്കും അപ്പൊ ഈ വീഡിയോ അമ്മ കാണാനുള്ള വെയിറ്റിംഗ് ആണ്. അമ്മയ്ക്കൊരു സമാധാനം ഇല്ല വീട്ടില്, അമ്മയ്ക്കൊരു സമാധാനം ഇല്ലാതെ നിന്നിട്ട്. അപ്പൊ ഞങ്ങളിത് കാട്ടി കൊടുക്കട്ടെ വീടിന്റെ അവസ്ഥ എങ്ങനെയാന്ന് സംഭവം. അപ്പൊ ഞാൻ നാളത്തെ പണിയും കാര്യങ്ങളൊക്കെ നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. അപ്പൊ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ.